ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള അവൽ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അവൽ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു അവൽ പായസം എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അത് കഴിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ പായസം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് നല്ലതുപോലെ ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലോട്ട് തന്നെയാണ് നമ്മൾ അവൽ വറുത്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണ് ഉള്ളത് അത് എടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് ഞാൻ അവലെടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പിലാണ് അവൽ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഈ അവൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അവൽ നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ നമ്മളിങ്ങനെ നെയ്യിൽ വറുത്തെടുക്കണം. അവലിങ്ങനെ നന്നായിട്ടൊന്ന് പൊട്ടുന്ന പരുവാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. നമ്മുടെ ഈ ഒരു അവിൽ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് 1/4 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ പായസത്തിന് നല്ലൊരു കളറും കിട്ടും, രുചിയും കിട്ടും. അപ്പോൾ ക്യാരറ്റ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊന്നും ഒത്തിരി ചേഞ്ച് ആവാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ലതുപോലെ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 3 കപ്പ് അളവിൽ പശുവിൻ പാലെടുത്തിട്ടുണ്ട്. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലിലും നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാലിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാനിവിടെ ഒരു 10ഓളം കാഷ്യൂ നട്ട്സ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് നമുക്ക് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റും കിട്ടും, ഒരു കൊഴുപ്പും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രുചി ഉണ്ടാവും പായസം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പാലിവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാനിതിലോട്ട് കാഷ്യൂ നട്ട്സ് അരച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് ശർക്കര യൂസ് ചെയ്തിട്ടാണ്, പഞ്ചസാരയല്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പായസം തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് പാൽപ്പൊടി നല്ല കട്ടിയിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പായസം എന്ന് പറയുന്നത് അവിൽ പായസം എത്രയായാലും നല്ലൊരു കട്ടിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത് ലൂസായി പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. പായസം നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പായസത്തിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. എന്നാൽ ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് ശർക്കര യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഈ പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുകയാണെങ്കിൽ ഈ പായസം ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പായസത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം മാത്രമാണ് ഞാനിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പായസത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ പായസത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും മാറിയിട്ടില്ല, ചെറിയ ചൂട് തന്നെയാണ് ഇപ്പോഴും പായസം ഉള്ളത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ
150 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര പാനിക്കും ഇപ്പോൾ ചൂടൊന്നുമില്ല. ഇത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, സ്റ്റൗ ഓഫ് തന്നെയാണുള്ളത്. ഇനി സ്റ്റൗ ഓൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള അവിൽ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എത്ര കുടിച്ചാലും മതിയാവാത്തൊരു പായസമാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് കുടിച്ച് തന്നെ അറിയണം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണിതിന്. ഇത് ചൂടൊക്കെ പോയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി, അവിൽ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.